അടിപൊളി കളർ സൂപ്പർ ആയില്ലയോ? ഇത് സാധാരണ പഴമല്ല അല്ലേ? ഇത് അച്ഛനെ മൂന്നും നാല് തറയും മുട്ടി കിടക്കുക. ബിന്ദു ചേച്ചി ഇപ്പൊ മുറിച്ചോണ്ട് വന്നാണ്. ഇത് ചേച്ചി ഇത് കമ്പോഡിയ. അരക്കില്ലാത്തത്. ഇതിന്റെ ഒട്ടും അരക്കില്ല. ഇത് കാണാനും വെറൈറ്റി ഉണ്ടല്ലോ. കൂമ്പ് ചുള്ളി കഴിഞ്ഞപ്പോ ഇതല്ല എപ്പോഴും വന്നാലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇത് ചക്കപ്പുളി അവാർഡുകളുടെ കൂമ്പാരമാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് പാലയിലാണ്, തോമാച്ചാന്റെ വീട്ടില്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ചെറിയൊരു സംഭവമല്ല. എത്ര പ്ലാവാ? 400 വെറൈറ്റി പ്ലാവിന്റെ ഉടമസ്ഥനാണ്. 400 വെറൈറ്റി പ്ലാവാണ്. അതും കഴിച്ചാൽ ടേസ്റ്റ്, കളർ കൊണ്ടായാലും എല്ലാം വ്യത്യാസം. തോട്ടമായത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയേ, നോക്ക്, തൈകൾ എണ്ണമില്ലാത്ത രീതി തൈകളുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും. അപ്പൊ എല്ലാ കാര്യങ്ങളും വീഡിയോയിലുണ്ട്. ഇതിന്റെ കാഴ്ചകൾ കാണാം. ഇത് ഉണക്കുന്നത്, അത് പഴുത്തത് ഉണക്കുന്നത്, കഴിക്കുന്നത്, ഏറ്റവും ടേസ്റ്റുള്ള വെറൈറ്റി പ്ലാവ്. ലോകത്തിൽ തന്നെ ആരും പെട്ടെന്ന് കാണാത്ത അറിയാത്തയും വെറൈറ്റി വരെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. എല്ലാം കാണാം. ഇത് കമ്പോഡിയൻ പ്ലാവാണ്. കമ്പോഡിയൻ ഇച്ചിരി സാവകാശത്തിലെ ആയിട്ട് പടത്തിയാൽ മതി. പക്ഷെ വിയറ്റ്നാം എയറിൽ 1 വർഷമാകുമ്പോൾ പടത്തിയില്ലെങ്കിൽ ചക്ക മുകളിൽ കാശി ശിഖർ ഒടിഞ്ഞാടും. അപ്പൊ അതുകൊണ്ട് അത് പടത്തേണ്ട രീതി ഒരു കൈ എത്തുന്ന ഹൈറ്റ് ചെല്ലുമ്പോൾ കൂമ്പ് ചുള്ളണം. ഇതുപോലെ ഇത് കണ്ടോ, കൂമ്പ് ചുള്ളി ഇത് കണ്ടോ. ഇതുപോലെ കട്ട് ചെയ്യണം. മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലാവ് വെക്കുവാന്ന് മാത്രമല്ല, അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണം. അപ്പൊ നമുക്ക് ഒത്തിരി ഹൈറ്റിൽ പോയി ചക്ക അടത്തണ്ട. വലിയ ഹൈറ്റ് ഇല്ലാതെ നമുക്ക് പറിച്ചെടുക്കാം. ഇതുപോലെ ഒടിക്കാം. കൂമ്പ് ചുള്ളി കഴിഞ്ഞപ്പോ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങുക. ഇതെല്ലാം മുകളിലോട്ട് പൊങ്ങുകയല്ലേ വീട്. ആ പൊങ്ങുന്നതിനെ ഇങ്ങനെ ചായച്ച് ഭൂമിക്ക് സമാന്തരമാക്കിയിട്ട് അങ്ങ് വിടും. ഇങ്ങനെ അപ്പൊ കറക്റ്റായിട്ട് താഴോട്ടായിട്ട് നേരെ പറഞ്ഞു മുകളിലോട്ട് വളരാനുള്ള വശത്തേക്ക് വളർത്തിയെടുക്കാം. മാത്രമല്ല ഒത്തിരി ഹൈറ്റിൽ കയറി നമുക്ക് ചക്ക പറിക്കണ്ട. ഓക്കെ, അപ്പൊ ഇനി ഓരോ വെറൈറ്റി നമുക്ക് കാണാം. എത്ര വയസ്സുണ്ട് ഇദ്ദേഹത്തിന്? 79 വയസ്സ്. 79 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. എത്ര പേർക്ക് ജോലി കൊടുക്കുന്നു? എത്ര പേർക്ക് ജോലി മാത്രമല്ല, ഈ അന്യം നിന്ന് പോകുന്ന വെറൈറ്റി പ്ലാവുകളെ സംരക്ഷിച്ചിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കെല്ലാം തന്നുകൊണ്ടിരിക്കുക. കാരണം ടേസ്റ്റുകളൊക്കെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയില്ലയോ? അതെ. ഈ പ്ലാവേടാ? ഇത് കമ്പോഡിയ. ഇതേ ചക്ക നിൽക്കുന്നുണ്ടോ അടിപൊളിയായിട്ട്. അതൊന്നും പോണ്ടാ, ഇവിടെ നോക്കിയേ. ഒരു 3 4 തറയും മുട്ടി കിടക്കുക. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയെ എല്ലാം ചക്കയായി. എവിടെ വന്നാലും ഈ വീട്ടിൽ ഏത് ഭാഗത്ത് വന്നാലും അതിന് മൂട്ടി കിടക്കുക. അവള് വെട്ടിയിട്ടേക്ക് വന്നേ പറയത്തുള്ളൂ. കമ്പോഡിയന്റെ ഒരു പ്രത്യേകത കമ്പൊടിയല ആന്നല്ലയോ? കമ്പോഡിയ എന്നുള്ള രാജ്യത്തു നിന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ കമ്പിന് ബലമാണ്. വിയറ്റ്നാമിന്റെ കൂട്ട് ഒടിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നേക്കുന്നത്. അതെ. കമ്പോഡിയ എന്നുള്ള രാജ്യത്തു നിന്നുള്ളതാണ് ഈ കമ്പോഡിയൻ. ഇത് 2 വർഷം. ഇത് 2 വർഷമായി. 2 വർഷമായ ഒരു പ്ലാൻ തോട്ടമാണ് പുതിയതായിട്ട് വെച്ചോണ്ട്. ഇത് എത്രയായി? ഇത് 1 വർഷം. 1 വർഷമായ ഇതിന്റെ ഇരട്ടിയുള്ളൊരു തോട്ടമായി പുതുതായിട്ട് വരുന്നത്. ഇത് ഓൾ സീസൺ ആണ്. 12 മാസം ചക്ക കിട്ടുന്ന തേൻ മരിക്കകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം അങ്ങനെയുള്ളതാ. 12 മാസം ചക്ക കിട്ടുന്ന വെറൈറ്റി. ഏത് ചക്ക ഇല്ലാത്തൊരു ദിവസം ഇല്ല. അതാണ് ഈ വെറൈറ്റികളുടെ പ്രത്യേകത. അടിപൊളി. നമ്മൾ ഈ പ്ലാവെല്ലാം കണ്ടു. അപ്പൊ ഇവിടെ തൈകളുണ്ട് ഇതിന്റെ എല്ലാം. ചേച്ചി എന്തൊക്കെ വെറൈറ്റി? ഇത് ബിന്ദു ചേച്ചിയാണ്. എന്തൊക്കെ വെറൈറ്റി ഉണ്ട് ഇവിടെ കൊടുക്കാൻ? ഇത് ഓൾ സീസൺ 12 മാസം ചക്കയുള്ളത്. 12 മാസം ചക്കയുള്ള പ്ലാവാ. 3.5 വർഷമാകുമ്പോൾ കായ്ക്കും. 3.5 വർഷം കൊണ്ട് കായ്ക്കും. അടുത്ത വെറൈറ്റി ഇത് കമ്പോഡിയ. 2ാം വർഷത്തിൽ കായ്ക്കും. 2ാം വർഷം കായ്ക്കും. നമ്മളവിടെ വലിയ പ്ലാവ് ഇതായിട്ട് കണ്ടത്. ഇത് പിങ്ക് കളറാ. ചക്കച്ചുളയ്ക്ക്. അടുത്തത് ഇത് വിയറ്റ്നാം എർലി. 1.5 വർഷത്തിൽ കായ്ക്കും. 1.5 വർഷം കൊണ്ട് കായ്ക്കും. ഇത് ഒക്ടോബർ തേൻവരിക്ക എന്ന് പറയാം. ഒക്ടോബർ നമുക്ക് വിളവായി കിട്ടും. ഇത് 4.5 വർഷം ആകാതെ കായ്ക്കത്തില്ല. 4.5 വർഷം കഴിഞ്ഞേ കായ്ക്കത്തുള്ളൂ. നാടൻ വെറൈറ്റി അത്. സിന്ദൂര നല്ല ചുമന്ന കളറുള്ള അടിപൊളി സാധനം. ശരി. ഇത് എത്ര നാളോട് കായ്ക്കുന്നത്? 4.5 വർഷം കഴിയാതെ കായ്ക്കും. 4 വർഷം. അരക്കില്ലാത്തത്. ഇതിന് ഒട്ടും അരക്കില്ല. ഇത് കാണാനും വെറൈറ്റി ഉണ്ടല്ലോ. ഇതൊരു 4ാം വർഷത്തിൽ കായ്ക്കും. 4 വർഷം കൊണ്ട് കായ്ക്കുന്ന. ഇതിന് ഒട്ടും അരക്കില്ല. ഇത് പഴുത്ത അറിയത്തില്ല നമുക്ക്. അങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നല്ല ആപ്പിള് പോലെ നമുക്ക് ഇത് ഒരു ഉണ്ടച്ചക്കയാണ്. ഈ ചെറിയ അല്ല, ഒരു ഫുട്ബോളിന്റെ മുഴുപ്പുണ്ട്. ഫുട്ബോളിന്റെ മുഴുപ്പ്. ഇത് ഡിസംബർ തേൻവരിക്ക. ഡിസംബറിൽ മാത്രമുള്ള അടുത്തൊരു ചക്ക. ചേച്ചി ഇത് ഏതാണ്? സിന്ദൂരം. സിന്ദൂരം എന്നൊക്കെ നമ്മൾ ആ സാധനം കട്ട് ചെയ്യാൻ പോവാ. പഴുത്താണോ ചെയ്ത്? നല്ല പഴുത്ത് വെച്ച് സിന്ദൂരം മുറിക്കാൻ പോവാ. ഓക്കെ. ഇത് കണ്ട, ഇതാണ് ആ ഒരു സിന്ദൂരം എന്ന് പറഞ്ഞ കളർ തന്നെ കണ്ടോ? സിന്ദൂരത്തിന്റെ കളറാ. നല്ല ടേസ്റ്റാ, അടിപൊളി. ബിന്ദു ചേച്ചി ഇപ്പൊ മുറിച്ചോണ്ട് വന്നാണ്. ഇത് ചേച്ചി? ഇത് കമ്പോഡിയ എന്ന് പറഞ്ഞ വെറൈറ്റി. നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത ചക്ക മുറിക്കുക. അടിപൊളി. കളർ സൂപ്പർ ആയില്ലയോ? കളറൊക്കെ എന്ത് അടിപൊളി കളറ്.
ഇത് പഴുത്താലും നല്ല ടേസ്റ്റ് അല്ലയോ? ഇതിപ്പോ പച്ചയാണ്, പച്ചയുടെ കളറാണ് ഇത്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറും വരും, നല്ല ടേസ്റ്റുവാ. എന്ത് ടേസ്റ്റ് ആയിരിക്കും. തോമാച്ചേന്റെ തോട്ടം എന്ന് പറഞ്ഞത് ഈ കാണുന്ന മൊത്തം അങ്ങോട്ട് കാണുന്നവര് വിചാരിക്കും വെറുതെ തള്ളി മറിക്കാൻ വേണ്ടി നമ്മൾ പറയരുത്. നോക്ക്, ഈ വട്ടം നിങ്ങൾ നോക്കി എത്ര പ്ലാവുണ്ടെന്ന് നോക്കിയേ. ഇതേപോലെ ഏക്കർ കണക്കിലാണ് ഈ ചുറ്റും പ്ലാവ് വയ്ക്കുന്നത്. ഇതിനകത്തൊക്കെ ചക്ക പറിച്ചു തീർന്നതും ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്. ഏത് സമയത്ത് വെറൈറ്റി ഓൾ സീസൺ എന്ന് പറഞ്ഞാൽ സീസൺ അല്ലാത്തപ്പോൾ ചക്കയാ. അതെ അതെ അതെ. ഈ പ്ലാവിന് വേട് തിരിയുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. ശരി 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 ശരി. അതുകൊണ്ടാണ് ഈ പ്ലാവ് പൊക്കി വെക്കാവെന്ന് ഞാൻ പറയുന്നത്. പൊക്കി വെച്ച് കഴിഞ്ഞാൽ പ്ലാവ് പെടരുകയില്ല. ഒത്തിരി താത്ത് വെക്കരുത്. താത്ത് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് വെള്ളം വന്ന് വേര് ചുവടിന്റെ ചോട്ട് കെട്ടുന്ന വേര് ചീഞ്ഞ് പ്ലാവ് പെടന്നു പോകും. അതിനുവേണ്ടി പ്ലാവ് പഴുത്തു പോകും. ഇതാകുമ്പോൾ പ്ലാവ് പെടരുകയില്ല. അപ്പം നടുന്നവരോർത്തോണം പ്ലാവ് ഒത്തിരി താത്ത് കുഴിച്ചിടാതെ. അതെ, നടണമല്ലയോ? നിലം നിരപ്പിലാ പ്ലാവ് വെക്കേണ്ടത്. കൂടത്തയ്യ നല്ല നിരപ്പിലാ വെക്കേണ്ടത്. നിലം കുഴി കുത്തിയിട്ട് കുഴി മൂടണം. അതിന്റെ മുകളിൽ അതേപടി തൈ അങ്ങ് എടുത്ത് വെച്ചാൽ മാത്രം മതി. അങ്ങനെ മതി. മുള വടക്കോട്ട് തിരിച്ചു നേരിട്ടാ കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ നിൽക്കും. മറിയത്തിലൊരിക്കലും. നമ്മൾ ഈ കാണുന്ന പ്ലാവ് ഉണ്ടോ, ഇതിനെന്തോ പ്രായമുണ്ട് ഇത്രയും വണ്ണമുള്ള ഈ പ്ലാവ്? ഒരു 40-45 വയസ്സ് കൂടുതലില്ല. 45 വയസ്സ് കൂടുതലില്ല. ഈ തൊലിയെല്ലാം ഇളകിയ പ്ലാവ്. അതെ അതെ അതെ. അത് തൊലി ഇളകുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ വളർച്ചയുടെ സ്പീഡ് കൊണ്ട് അകത്തെ കോശങ്ങളിലേക്ക് വന്നിട്ട് പുറത്തേ തള്ളിപ്പോകുന്ന. അങ്ങനെ വരുന്നത്. നല്ലപോലെ വളരുന്ന പ്ലാവിന്റെ തൊലി ഇളകിപ്പോ. ഈ പ്ലാവിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചക്കയും ഇതൊന്നും അല്ലാതെ തടിക്കും വലിയൊരു തടി. നമ്മൾ ഉറങ്ങുമ്പോഴും ഒരു പണിയെടുക്കുക നമുക്ക് വേണ്ടി. അപ്പൊ ഏതൊരാള് പ്ലാവ് കൂടുതൽ നട്ടാലും പ്രകൃതിക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട്. എന്താ പറഞ്ഞാൽ ഓക്സിജൻ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിക്ക് വെള്ളം കൂടുതലായിട്ട് കിട്ടുന്നത് പ്ലാവിൽ നിന്നാണ് പറയുന്നത്. കാരണം മഴ പെയ്ത് തീർന്നാലും കുറെ സമയം മരം പെയ്യും. അത് ഏറ്റവും കൂടുതലായിട്ട് പ്ലാവാന്നാ പറയുന്നത്. അത്രയ്ക്ക് തണുപ്പും കിട്ടും. അതെ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കായ്ക്കാനുള്ള പ്രത്യേക സാഹചര്യം. മഞ്ഞുകാലത്ത് മഞ്ഞ് കൊണ്ട് പ്ലാവിന്റെ ഇലകളിൽ നനഞ്ഞിട്ട് അത് ചെറിയ ഏരത്തേക്കൂടെ ഒഴുകി തടിയേക്കൂടെ ഒഴുകി താഴോട്ട് വരും വെള്ളം. അപ്പൊ തടിയെല്ലാം നനഞ്ഞു നിൽക്കുമ്പോൾ ഇതിന്റെ കോശങ്ങൾ സോഫ്റ്റ് ആകും. കുളിച്ചിട്ട് കൈനകം വെട്ടാൻ എളുപ്പമില്ലേ? അതുപോലെ സോഫ്റ്റ് ആകുമ്പോൾ അതിലേ കൂടിയാണ് ചക്ക കള പൊട്ടി ചാടുന്നത്. അങ്ങനെയുണ്ട്. ശരിക്കും പ്ലാവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അതുപോലെ ഇദ്ദേഹം വേറൊരു കാര്യം ഇടയ്ക്ക് പറഞ്ഞ്, വെള്ളം കൂടുതലായിട്ട് നനച്ചു കൊടുത്താൽ ഏത് സീസണിലും ചക്ക ഉണ്ടാകും, അല്ലയോ? അതെ, അതൊരു നല്ല കാര്യം തന്നെ. ഓൾ സീസൺ പ്ലാവ് എന്നൊക്കെ പറയുന്നത് വിയറ്റ്നാം കംബോഡിയനൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ 365 ദിവസം ചക്കയാ. അപ്പൊ പ്ലാവിന് എപ്പോഴും വെള്ളം കിട്ടണം. വെള്ളം കിട്ടിയാൽ എന്നും നിങ്ങൾക്ക് ചക്ക. മണ്ണിൽ വെള്ളമില്ലേനും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കത്തില്ലല്ലോ. അതുകൊണ്ടാ വലിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അനുകൂല സാഹചര്യം കൂടെ കിട്ടണം. ഇത് സാധാരണ പഴമല്ല. ഇത് അടിപൊളി. ഈ പഴത്തിന്റെ പേരെന്തുവാ? ചകിണിയാങ്കപ്പൂവൻ. അത് ഉണക്കിയ സാധനം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാ. ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ. ഇനി 79 വയസ്സുള്ള ഒരാളാണ്. ഈ പ്രകൃതിക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കി വെച്ചിരിക്കുന്നത് ഏകദേശം 400 വെറൈറ്റി പ്ലാവ് എന്ന് പറയും. ഈ പ്ലാവിന്റെ പ്രത്യേകത ഉണ്ടോ? പ്ലാവ് എന്ന് പറയുന്നത് നമുക്ക് ചക്ക മാത്രമല്ല, അനുയോജ്യമാണ്. ചക്ക മാത്രമല്ല, ഈ ഒരു സ്ഥലം തന്നെ മാറ്റി. രണ്ടാമത്തെ കാര്യം അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഷെയ്ക്കായിരുന്നു. ഇത് ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ ഷെയ്ക്കാണ്. ബാക്കിയല്ലാന്ന് പറഞ്ഞല്ലോ. തോമച്ചേട്ടാ, ഇത് സിന്ദൂരം അല്ലേ? ഇത് സിന്ദൂരം. ഇത് ചക്കപ്പഴം. ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ വീട്ടിലൊരു 4 ചക്ക പ്ലാവുണ്ട്, അതിന്റെ ബാക്കി ചക്കപ്പഴം എന്ത് ചെയ്യുമെന്ന്. ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് മറ്റേ വീട്ടമ്മമാർക്കൊക്കെ ചെറിയ സംരംഭമായിട്ട് അയച്ചു കൊടുക്കാം. 1 കിലോയ്ക്ക് 2000 രൂപ വരെയുണ്ട്. 1 കിലോയ്ക്ക് ഇദ്ദേഹം വിൽക്കുന്ന 2000 രൂപയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വെറൈറ്റി എല്ലാം പലതുണ്ട്. ഇത് അതേത് വെറൈറ്റിയാ? മഞ്ഞൾ എന്ന് പറയുന്ന ഒരു പ്ലാവിന്റെ വെറൈറ്റിയാണ്. ഇതെല്ലാം വെറൈറ്റി ഉണ്ട്. ഇത് പച്ചച്ചക്ക ഉണക്കി. ഇത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറും പച്ചവെള്ളത്തിലേക്ക് ഇത് കുറച്ചിടുക, കുതിർത്തിട്ട് നമുക്ക് വേവിച്ച് ഏകദേശം ഒരു 90-95% ചക്കയാവും. ഇനി ഗൾഫിലോ ഏത് രാജ്യത്ത് പോകുന്നവർക്ക് വേണമെങ്കിലും ആ നാട്ടിൽ ചക്ക സീസൺ അല്ലാത്ത സമയത്ത് കഴിക്കാം. അവിടെ ഇരിക്കുക. പെട്ടെന്ന് ഒരു ചക്കപ്പുഴുക്ക് കഴിക്കണം. വെള്ളത്തിലേക്ക് ഇടുക, പുഴുക്കാക്കുക, റെഡിയായി കഴിക്കാം. ചക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടമല്ല. പിന്നെ അടുത്ത ഓരോ സാധനങ്ങളും. ഇത് ചക്കക്കുരു ഷെയ്ക്ക്. പിന്നെ ചക്കക്കുരു ഉണക്കി പൊടിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നാല് നിങ്ങൾക്ക് തൈ വാങ്ങിക്കാം, ഈ ഉണക്കിയത് വാങ്ങിക്കാം. ഈ നാടിന്റെ ഒരു ചക്കാമ്പുഴ എന്നാണ് തോമചേട്ടൻ പണ്ട് പറഞ്ഞിരുന്നു. ഇവിടെ പുഴയെ കൂടി ചക്ക ഒഴുകിയിട്ടുള്ളതാണ്. ഇനി ഞാൻ ഒഴുക്കോ അതുപോലെ ആക്കി. അതാ ഒഴുക്കോ എന്ന് പറഞ്ഞാൽ 1-2 വെറൈറ്റി അല്ല, ഇത്രയും വലിയ വെറൈറ്റികൾ. ഈ ഒരു ചെറിയ മനുഷ്യനല്ല, 70-80 വയസ്സിൽ ഇദ്ദേഹം ചെയ്തേക്കുന്ന കാര്യങ്ങൾ മറക്കാനാവാത്ത കാര്യങ്ങളാണ്. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ഇത് പുതിയ തലമുറയ്ക്ക് എല്ലാവരും ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ കേരളം എന്തെല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ വിദേശത്തോട്ട് കയറ്റിവിട്ടാൽ തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കി എന്ത് ടേസ്റ്റാന്ന്. ഇവിടെ തന്നെ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അതിനും അപ്പുറം നമുക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചക്ക എടുക്കാം, ചക്കക്കുരു എടുക്കാം. ഇതിന്റെ മടല് നമുക്ക് ഈ പറഞ്ഞ ആടിനും പശുവിനും എല്ലാം കൊടുക്കാൻ പറ്റും. നമ്മൾ വീഡിയോ എല്ലാം അടിപൊളിയായിട്ട് കണ്ടു.
ഇനി ഇങ്ങോട്ട് വരേണ്ട വഴി എങ്ങനെ വരണം? ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് ഫാം ചക്കാമ്പുഴ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ജാക്ക് ഫ്രൂട്ട് പാരഡൈസ് ഫാം ചക്കാമ്പുഴ, ചക്കയുടെ പുഴയുള്ള സ്ഥലം ആണ്. അപ്പൊ ഇവിടെ വരേണ്ടവരെങ്ങനെ വരണം? വരേണ്ടവർ വരുന്നത് പാലായി നിന്നാണ് നേരെ രാമപുരം റൂട്ട്, ചക്കാമ്പുഴ കൂടിയുള്ള രാമപുരം റൂട്ടിൽ നേരെ വരിക, ചക്കാമ്പുഴ എത്തുക. ചക്കാമ്പുഴയിൽ നിന്ന് ആശുപത്രി ജംഗ്ഷൻ കൂടി ഇങ്ങോട്ട് വരാൻ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതുപോലെ രാമപുരത്ത് നിന്ന് കൂത്താട്ടുകുളത്ത് നിന്ന് വരുന്നവര് രാമപുരം വഴി ചക്കാമ്പഴയ്ക്ക് വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റിയും കളക്ട് ചെയ്തോണ്ട് പോവാം. അവാർഡുകളുടെ കൂമ്പാരമാണ്. അതൊക്കെ വേൾഡ് റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ് തൊട്ട് എല്ലാ റെക്കോർഡും ഉണ്ട്. പിന്നെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവാർഡും ഉണ്ട്. ഇതെന്ത് റെക്കോർഡാ? ഇത് 2018 140 മോസ്റ്റ് വെറൈറ്റീസിന്റെ ഏഷ്യൻ റെക്കോർഡ് കിട്ടിയതാണ്. 2018 140ഓളം വെറൈറ്റി പ്ലാവ് ഉള്ളതാണ് ഈ അതിനുള്ള അവാർഡ്. ഇപ്പൊ ഏകദേശം ഇദ്ദേഹത്തിന് 400 വെറൈറ്റി ആണുള്ളത്. അപ്പൊ അതിന്റെ ഉള്ള അവാർഡുകളാണ് ഈ കിട്ടിയിരിക്കുന്നത് എല്ലാം. അതിനുശേഷം ഇത് 2022 293 മോസ്റ്റ് വെറൈറ്റീസിന്റെ വേൾഡ് റെക്കോർഡാണ് ഇത്. 293 വേൾഡ് വെറൈറ്റി പ്ലാവുകൾക്കുള്ളതിനുള്ള അവാർഡ് വേൾഡ് റെക്കോർഡ് 2022 കിട്ടിയതാ. ഇപ്പൊ 2 കൊല്ലം കൂടെ അത് കഴിഞ്ഞ് കടന്നുപോയി. അന്ന് തന്നെ കിട്ടിയത് 2022 ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡോടെ കിട്ടിയതാണ് ഇത്. ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡും കിട്ടി. ഈ കൂടെ കിട്ടിയ ഒരു കോംപ്ലിമെന്റ് പോലെ കിട്ടിയതാണ് ആ ട്രോഫിയും ഇതും. എപ്പോഴും വന്നാലും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ്. ഇത് ചക്കപ്പുഴു, ഏത് സീസണിലും വന്നാല് ഇത് വെറൈറ്റി ചക്കടയാണ്. ഇതൊക്കെ നോക്കി, ഇത് ചക്കപ്പുഴുക്കെ. അത് തന്നെ, അത് ഈ പിടി, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പിടി, ചക്ക കൊണ്ടുള്ള പിടിയാണ്. ഇതിന്റെ കൂടെ കഴിക്കേണ്ടത് ബീഫും അല്ലേ. ഇത് ചമ്മന്തി ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചമ്മന്തിയുടെ വെറൈറ്റി എന്നറിയോ? ജാതിക്ക ചമ്മന്തിയാണ്. അപ്പൊ ഏത് സമയത്ത് ഇവിടെ എത്തിയാലും ചക്ക ഓക്കെയാ.